കൊച്ചിയിലെ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. കറുകപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് 1/2 കിലോ MDMA ആണ് പിടികൂടിയത്. കേസിൽ മുഹമ്മദ് നിഷാദ് എന്നയാളെ പോലീസ് പിടികൂടി. മുഹമ്മദ് നിഷാദ് 2008 മുതൽ ലഹരി ഉപയോഗിക്കുന്നയാളെന്ന് പോലീസ്. ആലുവയിൽ ഇയാളുടെ ബിസിനസ് പങ്കാളി ഷാജി 47 ഗ്രാം MDMA-യുമായി പിടിയിലായിരുന്നു. ഒരു രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. സോഴ്സ് എവിടെ നിന്ന് കിട്ടിയത് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ പ്രതി നമ്മളോട് സഹായിക്കുന്നില്ല. അപ്പോൾ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താലാണ് എൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ആരോ കൊടുത്തത് മറ്റു വിവരങ്ങളൊക്കെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അയാൾ MDMA നേരത്തെ തന്നെ ഉപയോഗിക്കും. 2008 മുതൽ MDMA ഉപയോഗിക്കുന്ന ആളാണെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. MDMA കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 10 ഗ്രാമിന് മുകളിൽ MDMA കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. മെത്താംഫെറ്റമിനാണെങ്കിൽ 50 ഗ്രാമിന് മുകളിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 500 ഗ്രാമിന് 550 ഗ്രാം ഉണ്ട്. നല്ല വലിയ അളവിലുള്ളൊരു ക്യാച്ചാണ്. കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇയാൾ നേരത്തെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടത്. ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാകുന്നു. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇയാൾ ക്ഷുഭിതനായി നിൽക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടുന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഇയാളിപ്പോഴും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. പോലീസ് സംഘം ഇപ്പോൾ മഹസർ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്തുകയാണ്. മുഹമ്മദ് നിഷാദ് എന്നാണ് ഇയാളുടെ പേര്. 500 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇവിടെ എത്തി പോലീസ് സംഘം പരിശോധന നടത്തി. ഡാൻസ് ഓഫും അതോടൊപ്പം തന്നെ നാർക്കോട്ടിക്സ് വിഭാഗവും ഉൾപ്പെടെയാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇയാൾ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇയാളുടെ വീട്ടിൽ നിന്നാണ് 500 ഗ്രാം MDMA കണ്ടെടുത്തിരിക്കുന്നത്. എന്തായാലും ഡാൻസ് ഓഫ് സംഘം കഴിഞ്ഞ 2 ആഴ്ചയായി ഇയാളടങ്ങുന്ന ടീമിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. 2 ആഴ്ചയായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇത്രയധികം MDMA ആണ് കണ്ടെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ പോലീസ് സംഘം പിടിച്ചെടുത്ത MDMA ആണ്. അത് ഉൾപ്പെടെയുള്ള കാര്യമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ 500 ഗ്രാം MDMA കൈവശപ്പെടുത്താൻ നിരവധി പണം ഇയാൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ടാകും. അതിന്റെ സോഴ്സ്, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, കൂടാതെ ഈ MDMA എവിടെ നിന്ന് വന്നു, ആര് ശേഖരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് കൃത്യമായി തന്നെ ഈ മുഹമ്മദ് നിഷാദ് പ്രതികരിക്കുന്നില്ല. മാത്രമല്ല റെസിസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സംഘത്തോട് കൃത്യമായി ഒരു കാര്യവും പറയുന്നില്ല. മാസർ രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് സംഘം പൂർത്തിയാക്കുകയാണ്. ഡാൻസ് ഓഫ് ടീം സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ നാർക്കോട്ടിക്സ് വിഭാഗമുണ്ട്. എന്തായാലും വിപുലമായിട്ടുള്ളൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇയാൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് 2008 മുതൽ ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. അത്തരത്തിൽ ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ വിതരണവുമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോഴും ഇയാളുടെ വീട്ടിൽ എങ്ങനെ ഇത്രയധികം ലഹരി വന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി മുഹമ്മദ് നിഷാദിന് നൽകുന്നില്ല. പൊന്നാനി സ്വദേശിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ നിഷാദ് സംസാരിക്കുന്നതൊന്ന് കേൾക്കാം. എന്താണ് അയാളുടെ പ്രതികരണം എന്നുള്ളതെന്ന് നോക്കാം. ഏതൊരു തന്തല്ലാത്ത ചെയ്തിട്ട് പരിപാടിക്ക് എന്നെ ഇന്നിങ്ങനെ അവസ്ഥയിലെത്തിച്ചുണ്ട്. ഇതിൽ എൻ്റെ ആയിരിക്കും എൻ്റെ ഉമ്മയാണ് സത്യം. എൻ്റെ ഉമ്മ ഇപ്പം മക്കൾക്ക് പോയിരിക്കുന്ന അമ്പലത്തിൽ കറണ്ട് ഓഫ് ചെയ്ത് എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇവിടുന്ന് ആരും കയറി എന്തൊക്കെ ഡ്രാമ അറിയാൻ പാടില്ല. അതിൻ്റെ മുമ്പിൽ വന്ന് ഈ 6 കിലോ ആണോ എനിക്കൊരു ഐഡിയ ഇല്ല. ഭയങ്കര ഡ്രാമ കഴിയും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേരള പോലീസുടെ വരുന്നത്. കേൾക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. എല്ലാവരും ഞാൻ ഡ്രഗ് ചെയ്ത ആ രീതിയിൽ എന്നെ എടുത്തു കളഞ്ഞു. പക്ഷെ ഇതുകൊണ്ടൊന്നും എൻ്റെ ജീവിതം നശിക്കുന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്ന അതിനോ ഒരു വരും 38 വയസ്സൊരു പെറ്റി കേസ് പോലില്ലാതെ ഞാൻ വളർത്തിയ എൻ്റെ ലൈഫാണ്. ഒരു സെക്കൻഡിൽ എന്നെ നശിപ്പിച്ചാൽ ഒരൊറ്റ രാത്രി എന്നെ നശിപ്പിച്ചാൽ മക്കളുണ്ട്. ഇതുകൊണ്ടൊന്നും തന്റെ ജീവിതം നശിക്കുന്നില്ല, തുടങ്ങുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ നിഷാദ് പറയുന്നത്. തന്നെ കുടുക്കിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പോലീസിനെതിരെയും സംസാരിക്കുന്നുണ്ട്. രാഗിൻ, ഇയാളിലേക്ക് എത്താൻ സഹായിച്ചത് ഈ ഷാജി എന്നുള്ള ഇയാളുടെ പങ്കാളി തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇയാളുടെ പ്രതികരണം കേൾക്കുമ്പോൾ ഇയാളെ ആരോ ഇതൊക്കെ അവിടെ കൊണ്ടുവച്ച് കുടുക്കിയതാണെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതും അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാങ് ഓവർ ഇയാൾക്കുണ്ട് എന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് എന്താണ് നിലവിൽ?
കഴിഞ്ഞ 2 ആഴ്ചയായി ഡാൻസ് ഓഫ് ടീം ഇയാൾ ഉൾപ്പെടുന്ന ഗ്യാങ്ങിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇയാളുടെ ബിസിനസ് പങ്കാളി ഷാജി അവിടെ പിടിയിലായിരുന്നു. അതിനുശേഷം കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അങ്ങനെയാണ് പുലർച്ചെ പോലീസ് സംഘം ഇവിടെ എത്തുന്നത്. ഇത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എത്തി ആണ് പരിശോധന നടത്തിയത്. പുലർച്ചെ പരിശോധന നടത്തുമ്പോൾ ഇയാളെ മുകളിൽ നിന്ന് താഴെ ഇറക്കിയിരുന്നു. താഴെ ഇറക്കിയ ശേഷമാണ് പോലീസ് അവിടെ കയറി പരിശോധിച്ചത്. അപ്പോഴാണ് 500 ഗ്രാമിലധികം വരുന്ന MDMA രാസലഹരി കണ്ടെടുത്തത്. തുടർന്ന് അയാൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2008 മുതൽ ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും അയാളുടെ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി ബോധ്യമാകുന്നുണ്ട് എന്നാണ് പോലീസ് സംഘവും അടക്കം വ്യക്തമാക്കുന്നത്. ഇതിൽ വിശദമായിട്ടൊരു അന്വേഷണം ഉണ്ടാകും. വലിയ ക്യാച്ചാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് 500 ഗ്രാമിലധികം വരിക എന്ന MDMA എന്ന് പറയുന്നത് വലിയ ഒരു കേസ് തന്നെയാണ്. എന്തായാലും ഇയാളുടെ ബിസിനസ് പങ്കാളികൾ നേരത്തെ കേസുകളിൽ പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഗിനി, ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ഷാജി എന്ന് പറയുന്ന ആൾ. ഇയാളിലൂടെയാണ് ഇപ്പോൾ ഈ നിഷാദിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നയാളാണ് ഷാജി. ഇയാളുടെ ഈ നിഷാദിന്റെ സുഹൃത്താണ് ഷാജി എന്നുള്ള ആൾ. ഇവർ രണ്ടുപേരും ചേർന്നാണോ ഈ ബിസിനസ് നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകളുടെ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതി നിഷാദ് ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. വലിയ രീതിയിൽ ഇയാൾ ക്ഷുഭിതനാകുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 1/2 കിലോ MDMA ആണ് ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചിട്ടുള്ളത്. ആലുവയിൽ ഇയാളുടെ ബിസിനസ് പങ്കാളി ഷാജി 47 ഗ്രാം MDMA യുമായി നേരത്തെ പിടിയിലായിരുന്നു. എസ് രാഗിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.